ഹായ്, ഞാൻ ഡോക്ടർ ബെറ്റ്സി ആൻഡോ. എല്ലാ വർഷവും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്, ഓഗസ്റ്റ് 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ WHO വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ വർഷത്തെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിലൂടെ WHO മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ പ്രസക്തമാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഇസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ബ്രസ്റ്റ് ഫീഡിംഗ് എന്നത് പ്രസവിച്ചു കഴിഞ്ഞ അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഹസ്ബൻഡിനും മറ്റ് ഫാമിലി മെമ്പേഴ്സിനും ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, നഴ്സസ്, ഡോക്ടേഴ്സ്, ഈ സൊസൈറ്റിക്കും ഗവൺമെന്റിനും ഒക്കെ അവരുടേതായ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസം വരെ ആ കുഞ്ഞിന് വേണ്ട എല്ലാ ന്യൂട്രീഷനും ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് ലഭിക്കുന്നത്. കുഞ്ഞിന് വേണ്ടിയ ഹൈഡ്രേഷൻ, എനർജി, വൈറ്റമിൻസ്, മിനറൽസ്, കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ് ഫാറ്റ്സ്, രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആന്റിബോഡീസ്, കുഞ്ഞിന്റെ ബ്രെയിൻ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കുറെ ബ്രെയിൻ ഗ്രോത്ത് ഫാക്ടേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് ലഭിക്കുന്നത്. ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ കുഞ്ഞിന് മാത്രമല്ല ഗുണങ്ങളുള്ളത്, അമ്മയ്ക്കും ഒത്തിരി ഗുണങ്ങളുണ്ട്. അമ്മയുടെ യൂട്രസ് ശരിയായ രീതിയിൽ ചുരുങ്ങാനും, അമ്മയ്ക്ക് പ്രഗ്നൻസിയിലൂടെ ഗെയിൻ ചെയ്ത വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ടും, ബ്ലീഡിങ്ങിന്റെ റിസ്ക് കുറയ്ക്കാനും, അതേപോലെ അമ്മയ്ക്ക് റിസ്ക് ഓഫ് ഒവേറിയൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ ഈ ബ്രസ്റ്റ് ഫീഡിങ് കുറയ്ക്കുന്നതായിട്ട് ഒത്തിരി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ റിലീസ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ അമ്മയുടെ സ്ട്രെസ് കുറയ്ക്കുകയും അമ്മേനെ ഹാപ്പി ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇവയൊക്കെ കൂടാതെ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ അമ്മയുടെ കടിൽ, വാന്തൊക്കെ കുഞ്ഞിന് ലഭിക്കുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു വലിയ ബോണ്ടാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അമ്മയുടെ ബ്രസ്റ്റ് ഫീഡിങ് ജേണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രിഫറബിളി വിത്തിൻ 1 അവർ ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ബേബിക്ക് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് നൽകുക, ലാച്ചിങ് ശരിയാക്കുക, ബേബിയുടെ മൗത്ത് വൈഡ് ഓപ്പൺ ആണ് എന്ന് എൻഷുർ ചെയ്യുക. ഓരോ ഫീഡിംഗ് സെഷൻസും 15 to 20 മിനിറ്റ്സ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അമ്മയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് ജേണിക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ചെറിയ എൻക്വയറി പോലും അവർക്ക് വലിയ ഹെൽപ്പ് ആയിരിക്കും. താങ്ക്